ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നല്ലൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഈദൊക്കെ അല്ലേ, അപ്പോൾ ഇനി ഈദിന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ക്യാരറ്റ് ഹൽവ ഒരു പ്രത്യേക രീതിയല്ല, ഒരു പെട്ടെന്ന് സിമ്പിൾ വേ ആ ഒരു രീതിയിൽ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. കാരണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടൊക്കെ ആകുമ്പോൾ ഒരുപാട് സമയം പിടിക്കും. അപ്പോൾ അതിൽ നിന്ന് ഞാൻ വ്യത്യസ്തമായിട്ട് ക്യാരറ്റ് ചോപ്പ് ചെയ്തിട്ട് ഒരു ഹാഫ് ബോയിൽ ആദ്യം തന്നെ ചെയ്ത് വെക്കുകയാണ്. എന്നിട്ടാണ് ഞാൻ ഈ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുന്നത്. ശരിക്കും നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം നേരിട്ട് പാലിൽ നല്ല സ്ലോ കുക്കിംഗ് ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുക. ഇത് അതിൽ നിന്ന് വളരെ പെട്ടെന്ന്. അപ്പോൾ പിന്നെ ഉണ്ടാക്കുന്നത് എങ്ങനെയൊക്കെ ഒന്ന് നോക്കുക, അതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഹാഫ് ബോയിൽ ചെയ്ത ക്യാരറ്റ് ഒരു പാൻ വെച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ നല്ലതുപോലെ മിക്സാക്കി ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇതാ ഒരു ഹാഫ് കപ്പ് പാൽ കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ വീണ്ടും ഒന്ന് സ്ലോ ആയിട്ട് നല്ല ഇളക്കി വേവിച്ചെടുക്കുകയാണ് കേട്ടോ. എത്രത്തോളം നമ്മൾ ആ ഒരു രീതിയിൽ കുക്ക് ചെയ്തെടുക്കുന്നു അപ്പോഴാണ് ക്യാരറ്റ് ആ ഒരു സോഫ്റ്റ് ആയിട്ട് അതിൻ്റെ ആ ഒരു ടേസ്റ്റും ഒക്കെ വരുന്നത് കേട്ടോ. ഇനി ഈ പാലിൽ കിടന്ന് ഈ ക്യാരറ്റ് നല്ലതുപോലെ ഒന്ന് വെന്ത് റെഡി ആയി കിട്ടണേ. എന്നിട്ട് വേണം നമുക്ക് അതിലേക്കുള്ള ഓരോരോ ഐറ്റംസും ആഡ് ചെയ്ത് കൊടുക്കാൻ. ഒരുപാട് ജോലി തിരക്കിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു പെട്ടെന്ന് ഒരു ഡെസേർട്ട് ഉണ്ടാക്കിയെടുക്കണം തോന്നുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു ക്യാരറ്റ് ഹൽവ റെസിപ്പി കാണിക്കുന്നത് കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയാണ് ഞാൻ ആദ്യം ആഡാക്കുന്നത് കേട്ടോ. അതുപോലെ ഒരു നുള്ളു ഉപ്പും കൂടെ ആഡാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സാഫ്രൂണും കൂടി ആഡാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷണലാണ്, നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ മാത്രം ആഡാക്കി കൊടുക്കുക. ഇത് ആഡാക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറും ഈ ക്യാരറ്റ് ഹൽവയ്ക്ക് ഒരു കളറും കൂടെ വരുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇത് എല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി വേവിച്ചെടുക്കണം. പഞ്ചസാര നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് വീണ്ടും ചേർക്കാം കേട്ടോ. ഞാൻ ഫസ്റ്റ് കുറച്ച് മാത്രം ആഡാക്കി കൊടുത്തതാണ്. ഇനി നമ്മൾ കുക്ക് ചെയ്തതിനനുസരിച്ച് ഇത് നോക്കുമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് മധുരം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ഒക്കെ ആഡ് ആക്കി കൊടുക്കാനുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ആക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സാക്കി ഏകദേശം നമ്മൾ ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടോ. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ അങ്ങോട്ട് തിക്കായിട്ടുള്ള രീതിയിൽ വേണ്ട, കാരണം ഇത് തണുത്താൽ തന്നെ ഇത് നല്ല രീതിയിൽ അത് ടൈറ്റായി റെഡിയായി കിട്ടും. അപ്പോൾ ഇതാ അത്യാവശ്യമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി പഞ്ചസാര നിങ്ങൾക്ക് നിങ്ങളെ മധുരത്തിനനുസരിച്ച് വീണ്ടും ആഡാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ അതിനനുസരിച്ചൊക്കെ നിങ്ങൾ നോക്കുക, അതിനനുസരിച്ച് ആഡാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ക്യാരറ്റ് ഹൽവ റെഡിയായി. അങ്ങനെ നമ്മളെ ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്കുള്ള ഫ്രൈഡ് ഐറ്റംസ് ആഡാക്കി കൊടുക്കുക. അതിനായി നമ്മളൊരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ആഡാക്കി കൊടുക്കുന്നുണ്ട്. നെയ്യ് കുറച്ച് കൂടുതൽ എടുക്കുക, അപ്പോഴാണ് ഒരു ടേസ്റ്റൊക്കെ കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ എടുക്കാൻ ട്രൈ ചെയ്യുക കേട്ടോ. നെയ്യൊക്കെ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി ആവശ്യത്തിനുള്ള കാഷ്യൂ റൈസിൻസും നമ്മൾ ബദാമൊക്കെ ആഡാക്കി കൊടുക്കാം കേട്ടോ. അതൊക്കെ നല്ലതുപോലെ ഫ്രൈ ആക്കി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മൾ ക്യാരറ്റ് ഹൽവയ്ക്ക് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അത് ഇളക്കി റെഡിയാക്കി എടുക്കുക കേട്ടോ. അങ്ങനെ നമ്മളെ സൂപ്പർ ടേസ്റ്റി നല്ല സിമ്പിളായിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്ന രീതിയിലുള്ള ക്യാരറ്റ് ഹൽവ റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ ഈ ക്യാരറ്റ് ഹൽവ നമുക്ക് നല്ല രീതിയിലൊന്ന് പ്ലേറ്റിംഗ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആ ഒരു പ്ലേറ്റിംഗ് ചെയ്യുന്ന സമയത്താണ് അത് തണുപ്പൊക്കെ റെഡിയായി കിട്ടുന്ന സമയത്ത്
നമുക്ക് ആ ഒരു രീതിയിൽ ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് കഴിക്കുന്ന ഇഷ്ടമുള്ളവർക്ക് അത് ഫ്രിഡ്ജിൽ കുറഞ്ഞ സമയം വെച്ചിട്ട് നമുക്ക് അത് തണുപ്പിച്ചിട്ടൊക്കെ നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് അതൊക്കെ നിങ്ങളുടെ ചോയ്സിനനുസരിച്ചാണ്. ചിലർക്ക് തണുപ്പ് ഇഷ്ടമാവാം, ചിലർക്ക് തണുപ്പ് ഇഷ്ടമാവില്ല. അപ്പോൾ നിങ്ങളൊക്കെ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ റൗണ്ട് പ്ലേറ്റ് എടുത്തിട്ട് നമ്മൾ ആ ഒരു ക്യാരറ്റ് ഹൽവ ഇതിലേക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിതിൻ്റെ മുകളിൽ നമ്മൾ പിന്നെ ഫ്രൈ ചെയ്ത ഐറ്റംസോ അതോ ഫ്രൈ ചെയ്യാത്ത ബദാമൊക്കെ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ നല്ല പ്രസൻറ്റ് ചെയ്തിട്ട് കഴിക്കുക. അപ്പോഴാണല്ലോ നമുക്ക് ആ ഒരു നമ്മൾ പ്ലേറ്റിംഗ് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഏത് ഫുഡായാലും നമുക്ക് കഴിക്കാനൊക്കെ ഉള്ളൊരു ഇഷ്ടം വരിക. അപ്പോൾ നിങ്ങളും അതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്ക്. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും.